നേരൊത്തിരി ആയാലോ വിനിക്കുട്ടൻ വരണ ഇനി വൈകു ഭാഗ്യേച്ചി. ആ ജലജെ, നീ ഇതുവരെ കിടന്നില്ലേ? വിനുക്കുട്ടൻ ഇന്നിനിപ്പോ വരവുണ്ടാവില്ല. അവനിപ്പോ അല്ലെങ്കിലും അവിടെ കമ്പനിയിൽ ലേറ്റ് നൈറ്റ് വർക്ക് ഉള്ളപ്പം അവിടെ തന്നെ നിൽക്കാറില്ല. അവിടെ തൊട്ടടുത്ത് തന്നെ പുതിയൊരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. അവിടെയാ താമസം. നാളെ എന്തായാലും മാളൂട്ടി കമ്പനി ചെന്ന് വിനുമോനെ കാണുന്നുണ്ട് പറഞ്ഞു. എന്നാ പിന്നെ ഞാനും ഏട്ടനും കൂടെ കൂടെ ചെന്ന് അവിടെ ചെന്ന് കാണാതെ നിങ്ങൾക്ക്. അവനങ്ങനെ ആരും ഓഫീസിൽ ചെന്നവനെ കാണുന്ന അത്ര ഇഷ്ടമല്ല. നമ്മള് പഞ്ഞിരൊന്നുമല്ലല്ലോ, കുടുംബത്തിലുള്ളവർ ചെന്ന് കാണുമ്പോ മിനിമം സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെന്ന് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ നേരത്തെ നിന്നോടൊന്നും പറയാണ്ടിരുന്നത്, വിനുമോൻ വന്നിട്ട് തന്നെ അവനെല്ലാം നേരിട്ട് നിന്നോട് പറഞ്ഞോളാന്ന്. പിന്നെ ഞാനും കരുതി അതാ ഒരു നടക്ക് നല്ലതെന്ന്. പക്ഷെ അവൻ ഇന്നിനിപ്പോ വരാൻ വൈകും എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. വിനുവിന്റെയും മാളൂട്ടിയുടെയും കാര്യം ചോദിച്ച് ഞാൻ ഒരു വട്ടം അവിടെ വന്നത്. അന്ന് നീ പറഞ്ഞ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊന്നും പറഞ്ഞിട്ടല്ല നീ ഇവിടെ നീ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നത്. അന്ന് എന്റെ മോന് ജോലിയില്ലായിരുന്നു, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സ്റ്റാഫായിരുന്നു. ഇന്ന് അവനൊരു കമ്പനിയുടെ മുതലാളി. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ വഴക്കം പറഞ്ഞ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്നാണോ നീ വിചാരിച്ചിരുന്നത്? അല്ല ഭാഗ്യേച്ചി, അന്ന് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പക്ഷെ നമ്മുടെ കുട്ടികളല്ലേ, അവരൊന്നിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നല്ലേ നമ്മള് ചെറുപ്പം മുതലേ സ്വപ്നം കണ്ടതും പറഞ്ഞു വെച്ചതൊക്കെ. മാളൂട്ടിയും വിനോദ് അവരുടെ ഇഷ്ടം ഓർത്തുകൊണ്ട് മാത്രം അന്ന് ഞാൻ അവിടെ ഒന്ന് പെണ്ണി ചോദിച്ചത്. പക്ഷെ നീ കൊണ്ടുവന്ന ഒരു ഗൾഫുകാരന്റെ ആലോചന കണ്ടപ്പം, അവന്റെ പുത്തമ്മള കണ്ടപ്പം അവൾ അതിനകത്ത് വീണു. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ അവനൊരു വിവാഹ തട്ടിപ്പ് കാരണമെന്ന് നിങ്ങൾ അറിയുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും എല്ലാം മതിയായി. അത് പിന്നെ അത് അങ്ങനെയല്ല. അത് ആ കല്യാണം മുടങ്ങിയതോടെ മാളൂട്ടിക്ക് വേറെ കല്യാണം നടക്കാനുള്ള ബുദ്ധിമുട്ടുകളായി. എന്റെ ജാതകത്തിലുള്ള പ്രശ്നം, അതെല്ലാം കൊണ്ട് കല്യാണം നീണ്ടുപോയി. അങ്ങനെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് വിനു പുതിയ കമ്പനി ഇട്ട് അവന് നടക്കേണ്ടാത്ത ജോലിയായി, സെറ്റിൽമെന്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് അവൻ കണ്ണിപ്പെട്ടവനായി. നീ വേണ്ടാന്ന് വെച്ച സമയത്താണെങ്കിലും മാളൂട്ടി അവനെ വേണമെന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിന്നു. പക്ഷെ അവള് നിന്നെക്കാളും പെട്ടെന്ന് നിന്നെ പോലെ തന്നെ കാലം മറിഞ്ഞു. ഇവന്റെ കാര്യം ഞങ്ങൾ ഏകദേശം നോക്കി വെച്ചിരിക്കാം. അവൻ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, അഞ്ജലി, പാവം കൊച്ച. അവളെ വീട്ടിൽ വലിയ സാമ്പത്തിക ശേഷി സ്ഥിതിയൊന്നുമില്ല, പക്ഷെ നല്ല മോള. അവൻ ആ കമ്പനിയിൽ ജോലി ചെയ്തപ്പോഴും പുതിയ സ്റ്റാർട്ടപ്പ് ഇപ്പൊ തുടങ്ങിയപ്പോഴും ഒക്കെ അവളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അവന്റെ താങ്ങും തണലും ഒക്കെ ആയിട്ട്. ആ മോള് എന്റെ വിനുമോനെ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുട്ടീനെ വേണ്ടാന്ന് വെച്ച് മാളോട്ടിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു മണ്ടത്തരം ഞങ്ങൾക്ക് ഈ ജീവിതത്തിന് പറ്റാനില്ല. അപ്പം നീ എങ്ങനെയാന്ന് വെച്ചാ കാര്യങ്ങളൊക്കെ മാളോട്ടിനെ പറഞ്ഞത് ധരിപ്പിച്ചേക്ക്. വെറുതെ വിനുവിനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. നീ ഇപ്പൊ എന്തായാലും ചെന്ന് കിടക്ക്. നാളെ രാവിലെ രാവിലോട് നിന്നെ കൊണ്ടുവിടാൻ പറയാം അങ്ങോട്ടേക്ക്.